സീക്രട്ട് ഏജന്റിനെ മുന്നിൽ വെച്ചുകൊണ്ട് വേറെ ആരൊക്കെയോ അവരുടെ പേഴ്സണൽ സംഗതികൾ ഇതിനിടയിൽ കൂടി ഗ്യാപ്പ് കൂടി കളിച്ചു പോകുന്നുണ്ട്. അത് എസ്പെഷ്യലി ഇൻ ദിസ് ഉണ്ണിമൂന്തൻ കേസ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, സീക്രട്ട് ഏജന്റ് അല്ലടേ ഉണ്ണിമൂന്തൻ്റെ വില്ലൻ ഇവിടെ. മനസ്സിലായോ? ഉണ്ണിമൂന്തന് ഇതേ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് വില്ലന്മാരുണ്ട്, അയാളെ തകർക്കാൻ ഒരുപാട് പേരുണ്ട്. ലൈക്ക് ആളുകൾ എന്തിനു എത്രത്തോളം ഹെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതോ ഇനി ഹെയ്റ്റ് ആളുകളിലേക്ക് സ്പ്രെഡ് പറയുന്നതെല്ലാം പറയുകയും പിന്നെ വന്നിരുന്നിട്ട് അത് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ നല്ലവനാണ്, എൻ്റെ മുഖത്ത് നോക്കൂ, ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. പറ്റുമെങ്കിൽ ഏഷ്യാനെറ്റ് ഇനി ഒന്നുകൂടെ ബിഗ് ബോസിൽ സീക്രട്ട് ഏജന്റിനെ വിടുക. അപ്പം ആളുകൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിയൊരു വശം സീക്രട്ട് ഏജന്റ് ഉണ്ട് എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ആ ഒരു വശത്തെ നമ്മൾ കണ്ടില്ല കഴിഞ്ഞ ബിഗ് ബോസിൽ. അപ്പം ഇനി അടുത്ത വരുന്ന ബിഗ് ബോസിലേലും അത് സീക്രട്ട് ഏജന്റിന് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഏഷ്യാനെറ്റ് ഒരവസരം കൂടെ ആർക്കും കൊടുക്കാത്ത സെക്കൻഡ് ചാൻസ് സീക്രട്ട് ഏജന്റിന് കൊടുക്കണം എന്നാണ്. ഹലോ ഗായ്സ്, നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ത് പറ്റി? സീക്രട്ട് ഏജന്റ് ആകെ മാറിയിരിക്കുകയാണ്. എന്താണ് കാര്യം അറിയില്ല. പുള്ളിയുടെ സംസാരം, പുള്ളിയുടെ ഒരു രീതി എല്ലാം ഒന്ന് മാറിയിരിക്കുകയാണ്. നമുക്ക് എന്താണ് പുള്ളിക്ക് വന്ന മാറ്റം എന്ന് ആദ്യം ഒന്ന് നോക്കാം. അതിന് പറ്റിയ ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് ഉണ്ട്, നോക്കാം. ഞാൻ നിങ്ങളെ ഏത് രീതിയിലാണ് ഉപദ്രവിച്ചതെന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഞാൻ മാത്രമാണോ ഈ അരി മേടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും, ഞാൻ എന്തുകൊണ്ട് ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ മാത്രമല്ല അരി വാങ്ങിക്കാൻ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ മാത്രമല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ ഒന്ന് രണ്ട് പേരെ സ്പെസിഫിക് ആയിട്ട് നോക്കി വെച്ച് ചെയ്യുന്ന ചില വീഡിയോകൾ, അതാണ് പ്രശ്നം. അതിന് നല്ല രീതിയിൽ കിട്ടിയപ്പം ഇപ്പം പുള്ളി ആകെ വിഷണ്ണിതനായി കാണപ്പെടുന്നു. അത് വിഷണ്ണിതനായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്താണ് പുള്ളി ഇതിനെപ്പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ, സീക്രട്ട് ഏജന്റ് പറയുമ്പോൾ അത് ഗ്രഡ്ജും, സീക്രട്ട് ഏജന്റ് ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അതെന്തോ വലിയ പാപവും. ബാക്കി കോമഡി അതല്ല, ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈസ. ഗ്രഡ്ജ് കൊണ്ട് ചെയ്യുന്ന വീഡിയോ ഗ്രഡ്ജ് എന്നല്ലേ പറയാൻ പറ്റും, അല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റും. അത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ കാണാനുണ്ട്. ഇപ്പൊ മാർക്കോ എന്ന പടത്തിനെ നിങ്ങൾ വിമർശിച്ച രീതി, അതിനകത്ത് ഉപ്പില്ല, ഇപ്പൊ ചോര തെറിച്ചു, ഉണ്ണിമുകുന്ദന്റെ നടപ്പ് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. അപ്പം നിങ്ങൾക്ക് മാർക്കോയെ വിമർശിച്ചത് കാണുമ്പോൾ ആർക്കും തോന്നാം അത് ഗ്രഡ്ജ് കൊണ്ടാണ്, അതിൽ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഇപ്പൊ വന്നിരുന്ന് മൂങ്ങിട്ട് കാര്യമുണ്ടോ? സീക്രട്ട് ഏജന്റ് വേണ്ട. അപ്പം ഓരോന്നിനും ഓരോ റീസൺ കണ്ടെത്തുക എന്നുള്ള പരിപാടിയാണ്. പക്ഷെ സീക്രട്ട് ഏജന്റിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാറുണ്ട്, കഴിഞ്ഞ ബിഗ് ബോസ് വരെ എന്നെ പിടുത്തം കിട്ടിയിട്ടില്ല. ആ പറഞ്ഞ കാര്യം ശരിയാണ്. ബിഗ് ബോസ് വരെ നിങ്ങളെ ആളുകൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ഇതാണ് സീക്രട്ട് ഏജന്റ്, ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്ന ആളുകൾക്ക് പിടികിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ എടുത്ത് താഴെ വെച്ചു. സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ അത് വിഷമം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ചെയ്ത സമയത്തൊന്നും ഞാൻ എന്തിൻ്റെ ഓഡിറ്റ് വെച്ചിട്ടില്ല എന്നറിയോ? നമ്മളെ പിന്നിൽ നിന്ന് കുത്തി മുന്നിൽ വന്ന് ചിരിച്ചു കാണിക്കുന്നവരുടെ ഓഡിറ്റോ എണ്ണോ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ഇപ്പം അതിന് എണ്ണം വെക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും മുന്നിൽ നിന്ന് ചെയ്തിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിലേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. ബിക്കോസ് ഇതൊരു കോമൺ വികാരമാണ്, അല്ലാതെ ഒന്ന് രണ്ട് പേര് പോയി പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടിയല്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തികൾ കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഗ് ബോസിലുള്ള പ്രകടനം കാരണം നിങ്ങൾക്ക് ഫാൻസ് ഭയങ്കരമായി വർദ്ധിക്കുന്നു. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഞാനെപ്പോഴും ഒരു വീഡിയോ ചെയ്യും, അതിലൊരു ലൈൻ ഓഫ് റെസ്പെക്ട് ഞാൻ ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്യും. ഞാൻ ചെയ്ത വീഡിയോസിൽ നിന്നൊരു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ലൈൻ ഓഫ് റെസ്പെക്ട് ഭയങ്കരമായി കീപ്പ് ചെയ്യും. നിങ്ങളുടെ തംബ്നെയിലൊക്കെ ഒന്നും മാനിപ്പുലേറ്റീവ് അല്ല, അതൊക്കെ ഓക്കെ. പക്ഷെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഒരു ഗ്രഡ്ജ് ചിലരോടൊക്കെ തോന്നുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് മനസ്സിലായി, there are certain peoples behind me. അത് ചിലപ്പോൾ ഞാൻ മതത്താൻ ആഫ്റ്റർ ബിഗ് ബോസ് നിങ്ങൾക്ക് മനസ്സിലായത് there are certain people behind me. ആഫ്റ്റർ ബിഗ് ബോസ് ആണ് നിങ്ങളെ ആളുകൾക്ക് മനസ്സിലായത്, അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കിയതല്ല. നിങ്ങളെ ആളുകൾക്ക് മനസ്സിലായപ്പോൾ എന്ത് പറ്റി?
പതുക്കെ പതുക്കെ ആളുകൾ ആ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. അതിൽ ഇപ്പം നമ്മൾ വിഷമം വിചാരിച്ച കാര്യമില്ല. ബിക്കോസ് നമ്മൾ എന്ത് കൊടുത്തോ അതല്ലേ നമുക്ക് തിരിച്ചു കിട്ടും, അല്ലേ? മതത്തിനെയും രാഷ്ട്രീയത്തിനെയും കുറിച്ച് അടച്ചാക്ഷേപിച്ച് പറയുന്നത് കൊണ്ടായിരിക്കാം, സിനിമയെ കുറിച്ച് അടച്ചാക്ഷേപിച്ച് പറയുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ സമ്മതിക്കുന്നു, അടച്ചാക്ഷേപിച്ച് പറയുന്നുള്ള കാര്യം. ഞാൻ രാവിലെ മുതൽ ഇപ്പോ നിങ്ങളെല്ലാരും പറയും നീ ഫുള്ള് വന്ന് കുറ്റമല്ലേ പറയുന്നേ, നീ എന്താ കുറ്റം, ഇവിടുത്തെ ന്യൂസ് ചാനലുകളോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നുണ്ട്, അതെങ്ങനെ കുറ്റമാവും? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഒരു 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 സ്ഥലത്ത് പ്രസന്റ് ചെയ്യുന്നു, ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സിറ്റുവേഷനെ കുറിച്ചോ എൻ്റെ ഒരു അഭിപ്രായം പ്രസന്റ് ചെയ്യുന്നു, അതെങ്ങനെ കുറ്റമാവും, ഹെയ്റ്റ് ആവും? അതൊക്കെ ശരി, നിനക്ക് ഇതിന്റെ അഭിപ്രായം പറയാം, എല്ലാം സെറ്റാണ്. പക്ഷെ അഭിപ്രായം പറയുമ്പോൾ ചിലരെ കാണുമ്പോൾ മാത്രം നമുക്ക് ഒരു വല്ലാത്തൊരു അഭിപ്രായം പറയാൻ തോന്നുന്നുണ്ടോ? അതെന്തിന്? അവരൊക്കെ ഒരു ചില ആളുകളെ കാണുമ്പോൾ മാത്രം നമുക്ക് എന്തൊക്കെയോ ഒന്ന് പറയാൻ തോന്നും. അത് ശരിയാണോ സീക്രട്ട് ഏജന്റ്? അത് കുറ്റവും ഹെയ്റ്റോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ അട്ടർലി മിസ്ലീഡഡ്. നിങ്ങൾ ആരൊക്കെയോ മിസ്ലീഡ് ചെയ്തിരിക്കുകയാണ്. മിസ്ലീഡ് ചെയ്തിട്ടായിരുന്നു ബിഗ് ബോസിന് മുമ്പ്. ബിഗ് ബോസിന് ശേഷം എല്ലാവരും കാര്യങ്ങൾ പിടികിട്ടി. നിങ്ങളുടെ ആ ഒരു തീപാറും പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അതിനുശേഷം ആളുകൾ തിരിച്ചറിഞ്ഞ് അതിനുശേഷം മാറ്റം ഉണ്ടായപ്പോൾ അതിലിപ്പം എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? സൂക്ഷിക്കണമായിരുന്നു. ഒന്നീ ബിഗ് ബോസിൽ പോകരുതായിരുന്നു, അല്ലെങ്കിൽ പോയപ്പം നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. ഇതിപ്പം ഒരു വെറുതെ പോയപോലായില്ലേ. വേറെ ആയാലും ബിഗ് ബോസിൽ പോയായിരുന്നെങ്കിൽ അവരത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. സീക്രട്ട് ഏജന്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വേറെ ആരൊക്കെയോ അവരുടെ പേഴ്സണൽ സംഗതികൾ ഇതിനിടയിൽ കൂടി ഗ്യാപ്പ് കൂടി കളിച്ചു പോകുന്നുണ്ട്. അത് എസ്പെഷ്യലി ഇൻ ദിസ് ഉണ്ണിമൂന്തൻ കേസ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, സീക്രട്ട് ഏജന്റ് അല്ലടേ ഉണ്ണിമൂന്തൻ്റെ വില്ലൻ ഇവിടെ. മനസ്സിലായോ? ഉണ്ണിമൂന്തന് ഇതേ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് വില്ലന്മാരുണ്ട്, അയാളെ തകർക്കാൻ ഒരുപാട് പേരുണ്ട്. പറഞ്ഞത് വെച്ച് ആരോ എന്റെ മുഖമൊക്കെ ഉണ്ടാക്കി, അങ്ങനെയാണ് ആ റിവ്യൂ ഇട്ടത്. ഞാൻ അല്ലടേ ഉണ്ണിമൂന്തന്റെ ശത്രു, എന്നെ വെച്ചുകൊണ്ട് കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം സീക്രട്ട് ഏജന്റ് പറഞ്ഞ സീക്രട്ട് ഏജന്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായമല്ലേ? അഭിപ്രായം പറയാനാണല്ലോ താങ്കൾ വീഡിയോ ചെയ്യുന്നത്, ആസ് പെർ യു. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായമാണ് മാർക്കോയെ പറ്റി പറഞ്ഞത്. എന്നിട്ടിപ്പോ പറയുന്നു ഞാനല്ലടി, വേറെ ആരണ്ടൊക്കെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഇതായിപ്പോ നന്നായി. നല്ല രീതിയിൽ ആളുകളുടെ കയ്യിൽ നിന്ന് നല്ല റെസ്പോൺസ് വരാൻ തുടങ്ങിയപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഏറ്റം കൊണ്ട് കിട്ടിയപ്പോൾ അണ്ണന് ചെറുതായിട്ട് ഒന്ന് തെറ്റുന്നുണ്ടോ എന്നൊരു സംശയം. കിളി പാറി തുടങ്ങി മിസ്റ്റർ സീക്രട്ട് ഏജന്റ്. അയാളെ തകർക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എന്താ ജസ്റ്റ് ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രം. ഇപ്പം എൻ്റെ റിവ്യൂ കംപ്ലീറ്റ് കണ്ടവർ, എൻ്റെ ആ സിനിമയുടെ ഒപ്പീനിയൻ കംപ്ലീറ്റ് കണ്ടവർ ഒരിക്കലും പറയില്ല ഞാൻ ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പറയും വെട്ടിയപ്പോ ചോര തെറിച്ചു. ഈ ചോര തെറിച്ച സംഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ ചോര തെറിച്ചെന്ന് മാത്രമല്ല, പല പല കുറ്റങ്ങൾ, ഒന്നുമല്ലാത്ത സില്ലി കാര്യങ്ങളെ അതിനകത്ത് പല പ്രാവശ്യം പറയുന്നുണ്ട്. എനിക്ക് ഈ വയലൻസ് പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇത് വല്ലാത്ത വയലൻസ് ആണ്, ഇത്രയും വയലൻസിന് വേണ്ടിയാണ് ഇവർ പടമൊക്കെ, ഇത്രയും വയലൻസ് കാണിക്കാൻ വേണ്ടി ഇത്രയും വയലൻസ് കാണിക്കുന്നു എന്നൊക്കെ വിടുന്നുമുണ്ട്. ഒരു ലോജിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയും ഇല്ലാത്ത കാര്യമാണ് സീക്രട്ട് ഏജന്റ് ആ പടത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ എന്താണ്, നല്ലത് പറഞ്ഞില്ലേ ആളുകൾ എടുത്തിട്ട് പൊങ്കാലയിടും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അത് കയറിയിട്ട് ബാക്കി കുറ്റം പറയാന്നുള്ളൊരു രീതിയിലാണ് സീക്രട്ട് ഏജന്റ് അത് എടുത്തത്. പക്ഷെ അത് കൈവിട്ടുപോയി, അത് നടന്നില്ല. ഇപ്പം കിടന്ന് വിരകിട്ട് വല്ല കാര്യമുണ്ടോ സീക്രട്ട് ഏജന്റ്? അങ്ങനെ വേരിയസ് ഓഫ് റീസൺസ്. എനിക്കെന്തോ ലൈക്ക് ആളുകൾ എന്തിനു എത്രത്തോളം ഹെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതോ ഇനി ഹെയ്റ്റ് ആളുകളിലേക്ക് സ്പ്രെഡ് ഉണ്ട്, വേറൊന്നുമല്ല, കയ്യിലിരിക്കുന്ന ഇതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇനിയും മനസ്സിലായില്ലേ താങ്കൾക്ക് എന്താണ് കാരണമെന്ന്? സീക്രട്ട് ഏജന്റ്, താങ്കൾ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യരുത്. ഹെയ്റ്റ് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. പിന്നെ ബേസിക്കലി എൻ്റെ സംസാരത്തിലും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലും നിങ്ങൾക്ക് ഒരു തികഞ്ഞ അഹങ്കാരിയെ ഫീൽ ചെയ്യുന്നുണ്ടാവും. 100% ഞാൻ ആ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നു.
ഇത് എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള റിയാക്ഷൻ ചാനൽസ് എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. നന്ദി സീക്രട്ട് ഏജന്റ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് നന്ദി. എല്ലാവരുടെയും എഫേർട്ട് കൂടുതലാണ്, അതിൽ നിന്നുള്ള പേയ്മെന്റ് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ ചില ആളുകളോട് ഗ്രഡ്ജ് വെച്ച് അവരോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്, അതിനെ മാത്രമാണ് എല്ലാവരും എടുത്തു പറയുന്നത്. അല്ലാതെ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അങ്ങനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസ് ഇടാമെന്നെല്ലാം ഓക്കെ, പക്ഷേ ഈ ഗ്രഡ്ജ് മനസ്സിൽ കൊണ്ടു നടക്കുക, എന്നിട്ട് അത് വെച്ച് ഒരു പടം വരുമ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ട് ഡീഗ്രേഡ് ചെയ്യുക, ചെറുതായിട്ടല്ല നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുക, ഇതൊന്നും ശരിയായ പരിപാടിയല്ല എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ വീഡിയോസ് ചെയ്തെന്ന് ആരും പറയുന്നില്ല, നിങ്ങൾ വീഡിയോസ് ചെയ്യുക, നിങ്ങൾ അതിൽ നിന്നാണ് കാശ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം അതൊന്നും ചെയ്യുന്നതിൽ ഒരു കുറ്റവുമില്ല. പക്ഷെ ഇതുപോലെ പിന്നെ വന്നിരുന്ന് കരയരുത്, ചെയ്യുമ്പം അതങ്ങ് ചെയ്യുക, പിന്നെ അതിന്റെ വരുമ്പരായിക നമ്മൾ ഫേസ് ചെയ്യുക. അല്ലാതെ പറയുന്നതെല്ലാം പറയുകയും പിന്നെ വന്നിരുന്നിട്ട് അത് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ നല്ലവനാണ്, എൻ്റെ മുഖത്ത് നോക്കൂ. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ കണ്ടതിന്റെ പോലെ നല്ല പച്ചയായ പാവമായ മനുഷ്യൻ ഇവിടെങ്ങും ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. പുള്ളി ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. പറ്റുമെങ്കിൽ ഏഷ്യാനെറ്റ് ഇനി ഒന്നുകൂടെ ബിഗ് ബോസിൽ സീക്രട്ട് ഏജന്റിനെ വിടുക. അപ്പം ആള് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിയൊരു വശം സീക്രട്ട് ഏജന്റ് ഉണ്ട് എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ആ ഒരു വശത്തെ നമ്മൾ കണ്ടില്ല കഴിഞ്ഞ ബിഗ് ബോസിൽ. അപ്പം ഇനി അടുത്ത വരുന്ന ബിഗ് ബോസിലേലും അത് സീക്രട്ട് ഏജന്റിന് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഏഷ്യാനെറ്റ് ഒരവസരം കൂടെ ആർക്കും കൊടുക്കാത്ത സെക്കൻഡ് ചാൻസ് സീക്രട്ട് ഏജന്റിന് കൊടുക്കണം എന്നാണ് തോന്നുന്നത്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.